പെസഹ വ്യാഴത്തിന് ആയിരക്കണക്കിന് ഇസ്രായേലികൾ ടെമ്പിൾ മൗണ്ടിലേക്ക് എത്തി നിൽക്കുന്നല്ലോ. ടെമ്പിൾ മൗണ്ടിലേക്ക് എത്തി എന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാരണം അവിടെ ഇസ്രായേലികൾക്ക്, ജൂതന്മാർക്ക്, ക്രൈസ്തവർക്ക് പ്രവേശനമില്ല. മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട തരത്തിൽ ഇസ്രായേലി സൈനികർ കാവൽ നിൽക്കുന്ന അൽ അഖ്സ 2 പള്ളികൾ ഉള്ള ആ സ്ഥലമാണത്. അവിടെ ജൂതന്മാർ ആദ്യമേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 180 ജൂതന്മാരെ അവിടെ ഇസ്രായേൽ കയറ്റി എന്ന് പറഞ്ഞു. അതൊരു മാറ്റമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ പെസഹ ദിനത്തിൽ ആയിരക്കണക്കിന് ജൂതന്മാർ കയറി എന്നും മാത്രമല്ല, അതിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ നിന്ന് ആയിരക്കണക്കിന് ജൂതന്മാർ ആനന്ദ നൃത്തം ചെയ്തു. കാരണം ഒരു ജനതയുടെ സ്വപ്ന സാഫല്യമാണ് അത്. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈബിളിലേക്ക് പോകണം. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-17 ഒരു വാക്യം ഞാൻ വായിക്കാം. അതായത്, നീ അവരെ കൊണ്ടുവന്ന് നിന്റെ ആകാശപർവ്വതത്തിൽ, കർത്താവെ നീ വാസസ്ഥലമാക്കിയ പർവ്വതത്തിൽ, കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ നടും എന്ന് പറയുന്നുണ്ട്. അതായത് നീ അവരെ കൊണ്ടുവന്ന്, ആര്? ജൂതന്മാർ, ഇസ്രായേലികളെ കൊണ്ടുവന്ന്, ഇസ്രായേലികളെ, ജൂതന്മാരെന്ന് പരിമിതപ്പെടുത്തണ്ട, ഇസ്രായേലികളെ കൊണ്ടുവന്ന് നിന്റെ ആകാശപർവ്വതത്തിൽ, നീ വസിക്കുന്ന ആകാശപർവ്വതത്തിൽ, അവിടെ നിന്റെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ നടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ക്രൈസ്തവർക്ക്, ജൂതന്മാർക്ക് ഇത് ദൈവം വസിക്കുന്ന പർവ്വതമാണ്. നിന്റെ തൃക്കൈ കൊണ്ട് സ്ഥാപിച്ച ദേവാലയമുള്ള സ്ഥലമാണ്. അതാണ് ജൂതന്മാർക്കും ക്രൈസ്തവർക്കും ടെമ്പിൾ മൗണ്ടിൻ്റെ പ്രാധാന്യം. ടെമ്പിൾ മൗണ്ടിൽ 2 ദേവാലയങ്ങളുണ്ടായിരുന്നു. ഒന്നാം ക്ഷേത്രം, അതിന് ക്ഷേത്രം, ദേവാലയത്തിന് ഈ അവിടുത്തെ അന്നത്തെ ഇതിൽ പറയുന്ന ടെമ്പിൾ എന്നാണ് പറയുന്നത്. അത് ടെമ്പിൾ മൗണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രം എന്നുള്ള അർത്ഥമെടുക്കാം. ക്ഷേത്രം എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ക്ഷേത്രമൊന്നുമല്ല, ദേവാലയം എന്നുള്ള അർത്ഥത്തിലുള്ള ക്ഷേത്രം ദേവാലയമാണല്ലോ. ഒന്നാമത്തെ ക്ഷേത്രം BC 587 നിർമ്മിച്ചു, അത് തകർക്കപ്പെട്ടു. രണ്ടാമത്തെ ക്ഷേത്രം BC 516 നിർമ്മിച്ചത്. അതിന് കേടുപാടുകളൊക്കെ പറ്റപ്പെട്ട ഹെറോദ് രാജാവ് പുനർനിർമ്മിച്ചു. ഈ 2 ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ട് ഇപ്പോൾ ഉള്ളത് ഈ രണ്ടാമത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു ചുവര് മാത്രമേ ഉള്ളൂ. അതിൽ തൊട്ടിട്ടാണ് ജൂതന്മാർ പ്രാർത്ഥിക്കുന്നത്. വിലാപത്തിൻ്റെ മതിലെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെട്ടു. എങ്ങനെ? ദൈവം വസിക്കുന്ന മലയിൽ, ദൈവം തിരഞ്ഞെടുത്ത മലയിൽ, ദൈവം തൃക്കൈ കൊണ്ട് സ്ഥാപിച്ച ദേവാലയമുള്ള മലയാണ് ടെമ്പിൾ മൗണ്ട്. അപ്പോൾ അതാണ് ഈ ദൈവം എന്ന് പറയുന്നത് ജൂതന്മാരുടെ മാത്രമല്ല, ലോകത്തെമ്പാടുമുണ്ട് സകലമായ ക്രൈസ്തവരുടെയും ദേവാലയം. ബൈബിളിൽ സ്നേഹം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ബൈബിൾ സ്നേഹത്തിൻ്റെ കാവ്യമാണെന്ന് പറയും അല്ലേ? കാവ്യമായിട്ട് കണ്ടാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22:2 അബ്രഹാം മകനായ ഇസഹാക്കിനോട് പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ മോറിയ പർവ്വതത്തിൽ ബലിയർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ആ വാക്ക് ഞാൻ ഉദ്ധരിക്കാൻ കാരണം എന്നറിയാമോ? ബൈബിളിൽ ആദ്യമായിട്ട് സ്നേഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അവിടെ വെച്ചാണ്. ആ പർവ്വതം വേണമെങ്കിൽ ടെമ്പിൾ മൗണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ സ്നേഹത്തിൻ്റെ പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ബൈബിളിൽ ആദ്യമായി സ്നേഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ പർവ്വതത്തെ ബന്ധിപ്പിച്ചിട്ടാണ്. അപ്പോൾ നോക്കൂ, ക്രൈസ്തവർക്ക് എത്ര പ്രധാനമാണ്, ജൂതന്മാർക്ക് എത്ര പ്രധാനമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ജൂതന്മാരും ക്രൈസ്തവരും, അവർക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ടെമ്പിൾ മൗണ്ട്. ആ ടെമ്പിൾ മൗണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇസ്രായേൽ അത് തിരിച്ചു പിടിച്ചെങ്കിലും അത് ജോർദാനുമായി ഒരു കരാറുണ്ടാക്കി ജോർദാൻ വഖഫിൻ്റെ കീഴിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ 2 പള്ളികളുണ്ട്. ഒരു കറുത്ത ഡോമുള്ള പള്ളി, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞു, ഒന്ന് സുവർണ ഡോമുള്ള പള്ളി, ഒന്ന് അതിനെയാണ് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത്. ആ ടെമ്പിൾ മൗണ്ട് ഇപ്പോഴും നിയന്ത്രിക്കുന്ന ജോർദാൻ വഖഫിലാണ്. കാവൽ നിൽക്കുന്ന ആരാണ്? ഇസ്രായേലി പട്ടാളം, ഇസ്രായേലി പോലീസ് കാവൽ നിൽക്കുകയാണ്. ഒരു സ്റ്റാറ്റസ് കോ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്ക് ആരാധന നടത്താൻ വേണ്ടി പ്രവേശിക്കാൻ മുസ്ലിമുകൾക്ക് മാത്രമേ അവകാശം നൽകുകയുള്ളൂ എന്ന് ഒരു കരാറുണ്ടാക്കി. ആ കരാർ എന്ന് പറയുമ്പോൾ ഈ മോക്ഷേ ദയാലിൻ്റെ കാലത്താണ് ഈ ഇസ്ലാമിക വഖഫിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള കരാറിൽ ഇസ്രായേൽ ഒപ്പുവെച്ചത്. അത് പിന്നെ ഏരിയൽ ഷാരോണിൻ്റെ കാലത്ത്, ഏരിയൽ ഷാരോൺ ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിരിക്കെ അദ്ദേഹം കുറേ ആളുകളായിട്ട് അവിടെ കയറി. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ഇസ്രായേലിൻ്റെയാണ്, ജൂതന്മാരെയാണ്, ഇസ്രായേലിൻ്റെ മക്കളുടേതാണ് ടെമ്പിൾ മൗണ്ട്, ഞങ്ങൾക്ക് പരമ്പരാഗതമായി അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ വിശുദ്ധ ദേവാലയങ്ങൾ അവിടെയായിരുന്നു, ഞങ്ങളുടെ കർത്താവായിരുന്നു. ഈ ലോകത്തിൻ്റെ സൃഷ്ടി ദൈവം നടത്തിയത് ടെമ്പിൾ മൗണ്ടിൽ വെച്ചിട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇസ്രായേലിൻ്റെ മക്കൾ. ഞാൻ ജൂതന്മാരെയും ക്രൈസ്തവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. അത്ര വിശുദ്ധമായ സ്ഥലമാണ്.
ആ സ്ഥലം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ യെരുശലേമിൻ്റെ അവിഭാജ്യ ഘടകമായ ഇത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ഏരിയൽ ഷാരോൺ കുറേ ആളുകളുമായി അവിടെ കയറിയതിൻ്റെ പേരിലാണ് രണ്ടാം ഇൻതിഫാദ ആരംഭിച്ചത്. അതിനെതിരെ അറബികൾ മുസ്ലിമുകൾ വലിയ കലാപമുണ്ടാക്കി വർഷങ്ങളോളം യുദ്ധമായിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കോ പോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കയറരുത്, ഒരു വലിയ സംഘർഷം ഒഴിവാക്കേണ്ട. പക്ഷേ ഇസ്രായേലി മക്കളുടേതാണ് ടെമ്പിൾ മൗണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ഇറ്റാമർ ബെൻഗിവർ പറഞ്ഞിരുന്നു. ഇറ്റാമർ ബെൻഗിവർ പറഞ്ഞു, ഞങ്ങൾ ടെമ്പിൾ മൗണ്ട് തിരിച്ചു പിടിക്കും, അവിടെ ഇസ്രായേലിൻ്റെ കൊടി നാട്ടും, അവിടെ ഞങ്ങളുടെ മൂന്നാമത്തെ ദേവാലയം അവിടെ വരും, മിശിഹായുടെ ഭരണം വരാൻ പോകുന്നുണ്ട്, മൂന്നാമത്തെ ക്ഷേത്രം വരുമ്പോൾ, മൂന്നാമത്തെ ദേവാലയം എന്ന് വരുമ്പോൾ ഒലീവ് മലയിൽ യേശുദേവൻ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറയുന്ന ബിബ്ലിക്കലായിട്ടുള്ള വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് തിരിച്ചു പിടിക്കും എന്ന് ഇറ്റാമർ ബെൻഗിവർ പറഞ്ഞിരുന്നു, അതിശക്തമായി പറയുകയുണ്ടായി. അതിനുശേഷം ഈ യുദ്ധത്തിന് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ട യുദ്ധത്തിനിടയ്ക്ക് ഒരു ദിവസം ബെൻഗിവർ ഈ വിലക്കുകൾ ലംഘിച്ച് അവിടെ ചെല്ലുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പരസ്യമായി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് ഞാൻ പോയി എന്ന് മാത്രമല്ല, സ്റ്റാറ്റസ് കോ ലംഘിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഇസ്രായേലി മക്കൾക്ക് വേണ്ടിയിട്ടും ഇസ്രായേലിൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടിയും. ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്, പോലീസ് മന്ത്രിയാണ്, എനിക്ക് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിലൂടെ എനിക്ക് മാത്രമല്ല എൻ്റെ രാജ്യത്തിനും എൻ്റെ സേനയ്ക്കും ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ വലിയ വിവാദമായിരുന്നു. നെതന്യാഹു അങ്ങനെ ഇപ്പോൾ ഉടനെ പറഞ്ഞ മറുപടി അത് ശരിയാണ്, ഇറ്റാമർ ബെൻഗിവർ പോയി, പക്ഷേ നമ്മൾ സ്റ്റാറ്റസ് കോയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ ഒരു അഴകുഴമ്പൻ മറുപടിയാണ് നെതന്യാഹു പറഞ്ഞത്. അതിനുശേഷം പിന്നെ വെടിനിർത്തലൊക്കെ വന്നു. നമുക്കറിയാം, ട്രംപ് വന്നു, വെടിനിർത്തൽ വന്നപ്പോൾ ഇറ്റാമർ ബെൻഗിവർ പ്രതിഷേധിച്ച് രാജിവെച്ചു. ഈ പലസ്തീനികളോട്, ഈ അക്രമികളോട്, ഈ ഭീകരന്മാരോട് ഒരു യോജിപ്പും പാടില്ല. അവർ ഇപ്പോൾ നശിപ്പിച്ച നമ്മളെ 2023 ഒക്ടോബർ 7 നമ്മുടെ മക്കളെ കൊന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ പുണ്യഭൂമി വരെ കൈയടക്കി വെച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുമായി ഒരു വെടിനിർത്തലും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ബെൻഗിവർ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. പിന്നീട് വീണ്ടും വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധം തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി വീണ്ടും നെതന്യാഹുവിൻ്റെ മുന്നണിക്കൊപ്പം ചേർന്ന് വീണ്ടും അദ്ദേഹം മന്ത്രിയായത്. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആ പ്രധാനപ്പെട്ട സ്ഥലത്താണിപ്പോൾ കഴിഞ്ഞ ദിവസം സോളമൻ്റെ തടാകം അല്ലേ, ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് നഗരത്തിൽ മുഴുവൻ ശുദ്ധജല വിതരണത്തിനും ജലസേചനത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന സോളമൻ്റെ പോണ്ടുകൾ നെതന്യാഹു, ശ്രദ്ധിക്കണം, ബെൻഗിവർ പോയപ്പോൾ ഇത് സ്റ്റാറ്റസ് കോയാണ്, സർക്കാരിൻ്റെ തീരുമാനമല്ല എന്ന് പറഞ്ഞ് നെതന്യാഹു ആദ്യം സോളമൻ്റെ പോണ്ട് തുറന്നു കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ 180 പേരെ 30 പേര് വീതമുള്ള 6 ബാച്ചുകളായി 180 പേരെ ടെമ്പിൾ മൗണ്ടിലേക്ക് ഇട്ടുവിട്ടു. പെസഹ വ്യാഴത്തിൻ്റെ അന്ന് അതൊക്കെ വാതിലങ്ങ് തുറന്നു കൊടുത്തു. ആയിരക്കണക്കിന് ജൂതന്മാർ അതിനകത്തോട്ട് കയറി അവർ പ്രാർത്ഥിച്ചു. അവർ വിലാപത്തിൻ്റെ മതിലിൽ കയ്യമർത്തി പിടിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ തമ്പുരാനെ, എൻ്റെ യഹോവയെ, എന്ന് വരും നിൻ്റെ മൂന്നാമത്തെ ദേവാലയം എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയില്ല. കാരണം എന്താണ്? ലോക രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ ഏതാണ്ട് പലസ്തീനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. സൗദി അറേബ്യ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പലസ്തീനൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കാര്യം നോക്കുക, അതൊക്കെ വളരെ റാഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് റാപ്പിഡായിട്ടുള്ള ചേഞ്ചിനാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഖത്തർ പറഞ്ഞില്ലേ, ഖത്തറിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനോടൊപ്പം ഗ്രീസിൽ അഭ്യാസം നടത്തി. ഇന്ത്യയുടെ, ഖത്തറിൻ്റെ, ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ അഭ്യാസം നടത്തിയത് കഴിഞ്ഞ 25-ാം തീയതിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നിർത്തുമ്പോൾ ഇതൊരു വാർത്തയേ അല്ല. അവിടെ ഇപ്പോൾ ജൂതന്മാരുടെ, ഇസ്രായേലിൻ്റെ മക്കളുടെ അവകാശം ലോകരാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളും പതുക്കെ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. ജോർദാൻ്റെ അബ്ദുള്ള രാജാവിൻ്റെ ഒരു പ്രതിഷേധ കുറിപ്പ് പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എത്രയോ കാലമായി ഈ ക്രൈസ്തവർ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം അല്ലേ, അത് സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തി പറയുക എന്ന് പറഞ്ഞാൽ അത് ഫാക്റ്റാണ്. അവിടെ മൂന്നാമത്തെ ദേവാലയം പണിയണമെങ്കിൽ ഇപ്പോൾ ഉള്ളത് പൊളിച്ചു കളയണം അല്ലേ. അതായത് മുമ്പൊരിക്കൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ നോക്കണം. നമ്മൾ ഈ ടെമ്പിൾ മൗണ്ട് തുറന്നു കൊടുത്തതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ അപൂർവമായ ചില വീഡിയോകൾ കാണിച്ചിരുന്നു. അതായത് ടെമ്പിൾ മൗണ്ടിൽ അൽ-അഖ്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി. ഇതൊക്കെ തകർന്ന് വീണ് കഴിഞ്ഞപ്പോൾ എക്സ്കവേഷൻ ബ്രിട്ടീഷുകാരാണ് നടത്തിക്കഴിഞ്ഞ് കുഴിച്ചെടുത്തപ്പോൾ അതിനകത്ത് ഇസ്രയേലി ചിഹ്നങ്ങളുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി. അതായത് ഇപ്പോൾ ഇരിക്കുന്ന പള്ളികളുടെ അടിയിൽ എന്തുണ്ട്? ക്ഷേത്രമുണ്ട്. ജൂതന്മാരുടെ, ഇസ്രായേലികളുടെ 2 ആരാധനാലയങ്ങൾ അതിനടിയിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ.
ക്ഷേത്രങ്ങളുടെ മുകളിൽ ഇവിടെ എന്തുണ്ട്? പള്ളികൾ. പള്ളിയുണ്ട് എന്ന് പറയുന്നത് പോലെ ലോകത്തെ ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും ഏറ്റവും പരമ പുണ്യമായ ആ ടെമ്പിൾ മൗണ്ടിൽ ഇപ്പോൾ നിൽക്കുന്ന 2 മോസ്കുകളുടെ താഴെ എന്തുണ്ട്? തകർക്കപ്പെട്ട 2 ഇസ്രയേലി മക്കളുടെ, യഹോവയുടെ മക്കളുടെ 2 ദൈവ സ്ഥാനങ്ങളുണ്ട്. അതിന് മീരെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം? മുകളിലുള്ളത് മാറിയിട്ട് 3ാമത്തെ ദേവാലയം വരണം. സ്വപ്നമായിരിക്കില്ലേ? സ്വപ്നമാണോ? അത് യാഥാർത്ഥ്യമാകേണ്ട ഒരു സ്വപ്നം അവർ കരുതുന്നു. ലോകത്തുള്ള മുഴുവൻ ക്രൈസ്തവരും ജൂതന്മാരും കരുതുന്നു അവിടെ 3ാമത്തെ ദേവാലയം വരണം, യേശുദേവൻ തിരിച്ചു വരും, 3ാമത്തെ വരും അല്ലേ? 3ാമത്തെ ദേവാലയം ഉണ്ടാവുമ്പോൾ ഒലീവ് മലയിൽ യേശുദേവൻ വരും എന്നാണ് വിശ്വാസം. ബിബ്ലിക്കലി ആയിട്ടുള്ള തോറ എന്ന് പറയുന്ന ബൈബിൾ തന്നെയാണെന്നേ. ബൈബിളിലെ പഴയ നിയമമാണ് ഈ തോറ, ഇസ്രയേലികളുടെ ജൂതന്മാരുടെ ആരാധനാ പുസ്തകം. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യമാകാതെ തരമില്ല. അപ്പൊ ഇസ്രായേലിലെ ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. അപ്പൊ വലിയ മാറ്റം സംഭവിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ പൊളിറ്റിക്കലി ഉണ്ടാവുന്ന ഒരു മാറ്റം? ഇസ്രായേലിനെ ടെമ്പിൾ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആഭ്യന്തര കാര്യം ആലോചിക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ സ്ഥിതി ഇത്തിരി മോശമാണ്. കാരണം ഈ ബന്ദികളെയൊക്കെ വിട്ടുകിട്ടാത്തതുകൊണ്ടുള്ള രോക്ഷമുണ്ട്. റിസർവ് സേനയായിട്ട് വന്ന ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ പട്ടാളക്കാരല്ല, പല റിസർവ് സേനയാണ്. അപ്പോൾ അതിൽ രോക്ഷമുണ്ട്, ആ പ്രതിഷേധമുണ്ട്, പിന്നെ ചില കേസുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നെതന്യാഹുവിന് പൊളിറ്റിക്കലി ഇത്തിരി വീക്കാണ്. അപ്പോൾ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്ന ഒരു പക്ഷേ ഇതങ്ങ് തുറന്നു കൊടുക്കുക, വൈകാരികമായ ഒരു തലം ആളിക്കത്തിക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ അങ്ങനെ തന്നെ നെതന്യാഹു ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അല്ലേ? കാരണം ഇത് സംഭവിച്ചേ പറ്റുള്ളൂ. നമ്മൾ കുറേ വീഡിയോകൾ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ബൈബിളുമായി കണക്ട് ചെയ്തു. അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ചെയ്തൊന്നുമില്ല. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹീതമായ ഈ ഭൂമി ഇസ്രായേലിൻ്റെ മക്കൾക്ക്, ക്രൈസ്തവർക്ക്, ജൂതന്മാർക്ക് തിരിച്ചു കിട്ടാതെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ആ ഭൂമിയിൽ യഹോവയുടെ മക്കൾക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക് അവകാശം തിരിച്ചു കിട്ടണം. ആ അവകാശം തിരിച്ചു കിട്ടുന്ന കാലത്തെ യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നുള്ളൂ. അതിന് ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയം, അതിൻ്റെ വഴികൾ എല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ വീണ്ടും ബൈബിളുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഏതായാലും പെസഹ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈസ്റ്ററിൻ്റെ ഉയിർപ്പിൻ്റെ സന്ദേശം, ഇസ്രയേലി മക്കളുടെ ഉയിർപ്പിൻ്റെ കാലം കൂടിയാണ് എന്ന് തോന്നിപ്പിക്കുമാറാണ് ഇസ്രയേലിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ, ഈ അൽ അക്സ മോസ്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇസ്രയേലുകൾ മുഴുവൻ നശിച്ചു പോകണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം സങ്കടം ഉണ്ടാവുകയെ, വല്ലാത്ത സങ്കടം ഉണ്ടാവും. ഏതായാലും ഇത് പുറപ്പാട് 15-17 ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിലിങ്ങനെയാണ് പറയുന്നത്: നീ അവരെ കൊണ്ടുവന്ന് നിന്റെ ആകാശപർവ്വതത്തിൽ, കർത്താവെ നീ വാസസ്ഥലമാക്കിയ പർവ്വതത്തിൽ, കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ നടുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.